എൻ്റെ കയ്യിൽ നിന്ന് അത് പിടിച്ച് വാങ്ങി അദ്ദേഹം പോക്കറ്റിൽ നിന്ന് പെന്നെടുത്ത് അതിൻ്റെ ഏറ്റവും പുറകിലെ പേജിലേക്ക് പോയി. ആ പുറകിലെ പേജിൽ പോയിട്ട് അവിടെ എന്തോ ഒന്ന് അതിൽ കുത്തി കുറിക്കുന്നുണ്ട്. അതിലുള്ള ഒരു അക്ഷരത്തെറ്റ് തിരുത്തിയതാണ്. ഒരു കലാകാരൻ, ഒരു സാഹിത്യകാരൻ, ഒരു കലാകാരനൊക്കെ എത്രമാത്രം പെർഫെക്റ്റ് ആയിരിക്കണം, എത്ര പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കണമെന്ന് ഞാൻ ആദ്യമായി പഠിച്ചത് ആ ദിവസമാണ്. ഞാൻ ശങ്കിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഈ പഴയ നീലത്താമര കണ്ടിട്ടില്ല. അപ്പോൾ സാറ് പറഞ്ഞു, അത് നന്നായി, അതുകൊണ്ട് നിനക്കിത് നിൻ്റെ സ്വതന്ത്ര സിനിമയായിട്ട് ചെയ്യാൻ കഴിയും, അതിനി കാണണ്ട. SLC പരീക്ഷ എഴുതിയിട്ട് റിസൾട്ടിന് വെയിറ്റ് ചെയ്യണ പോലെ ഞാനിങ്ങനെ ഇരിക്കുകയാണ്, എന്താണ് അദ്ദേഹം പറയുക എന്നുള്ളത് അറിയില്ല. അങ്ങനെ സെക്കൻഡ് ഹാഫും കണ്ടു. അദ്ദേഹം അടുത്തൊരു വീഡിയോ എത്തിച്ച് കുറച്ചു നേരം നിശബ്ദനായിരുന്നിട്ട് എന്നോട് പറഞ്ഞു, കുഞ്ഞിമാളുവിൻ്റെ ദുഃഖം മാത്രമേ ഞാൻ അഡ്രസ്സ് ചെയ്തിരുന്നുള്ളൂ, നീ അവളുടെ രോഷം കൂടി ആ സിനിമയിൽ അഡ്രസ്സ് ചെയ്തു. എൻ്റെ കുട്ടിക്കാലത്ത് ഒരു 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഞാനൊരു മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ തുടർക്കഥയായിട്ട് വന്ന സർവജിത്തിൻ്റെ സമുദ്രസഞ്ചാരം എന്ന നോവൽ വായിക്കുന്നത്. അത് മാലി എന്ന് പറഞ്ഞൊരു എഴുത്തുകാരൻ, കുട്ടികളുടെ ബാലസാഹിത്യകാരനാണ്. അദ്ദേഹത്തിൻ്റെ സർവജിത്തിൻ്റെ സമുദ്രസഞ്ചാരം എന്ന് പറഞ്ഞ നോവലാണ് ഞാൻ എൻ്റെ ഓർമ്മയിൽ ആദ്യം വായിക്കുന്ന നോവൽ. അതിനു മുൻപ് കഥകൾ കേൾക്കലായിരുന്നു. കഥകൾ പറഞ്ഞു തന്നിരുന്ന എൻ്റെ വീട്ടിലുണ്ടായിരുന്ന അപ്പച്ചൻ്റെ ഒരു അമ്മയുടെ കസിനായിരുന്നു, അമ്മൂമ്മയുടെ സിസ്റ്ററായിരുന്ന ക്ലാരേച്ചി പറഞ്ഞു തന്ന കഥകൾ, പിന്നെ അപ്പച്ചൻ്റെ അനിയൻ ആൻഡ്രോ അങ്കിള് പറഞ്ഞു തന്നിരുന്ന കഥകൾ. അത് അധികവും ഈ ഭൂട്ടാനിലെയും ഒക്കെ നാടോടി കഥകളും അങ്ങനെയൊക്കെയാണ് കൂടുതലും പറഞ്ഞിരുന്നത്. അദ്ദേഹം ഭൂട്ടാനിലും നാഗാലാൻഡിലും ആസാമിലും ഒക്കെ ജോലി ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ കഥകൾ കേൾക്കുന്നതിൽ നിന്ന് വായനയിലേക്ക് വരുന്നത് ഈ മാലിയുടെ സർവജിത്തിൻ്റെ സമുദ്രസഞ്ചാരം എന്ന് പറയുന്ന നോവലിലൂടെയാണ്. എൻ്റെ അപ്പച്ചൻ്റെ അനിയൻ്റെ ഭാര്യ മേമ, ഞങ്ങൾ മേമ എന്ന് വിളിക്കുന്ന സിസിലി ടീച്ചർ, ഒറ്റപ്പാലം കോൺവെൻറ്റ് സ്കൂളിലെ ഹൈസ്കൂളിലെ മലയാളം ടീച്ചറായിരുന്നു. അവർ തന്നെയായിരുന്നു അവിടുത്തെ ലൈബ്രറിയനും. അപ്പോൾ മേമ കൊണ്ടുവന്ന് തരുന്ന കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ, പിന്നെ പ്രഭാത് ബുക്സിൻ്റെ റഷ്യൻ നാടോടി കഥകൾ, അതൊക്കെ എനിക്ക് വായനയിൽ താല്പര്യം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ കൊണ്ടുവന്ന് തരും. ഞാൻ അതൊക്കെ വെക്കേഷൻ കാലങ്ങളിൽ അതൊക്കെ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു വെക്കേഷൻ കാലത്ത് മേമയ്ക്ക് വായിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പുസ്തകങ്ങൾക്കിടയിൽ നിന്നാണ് നാലുകെട്ട് എന്ന് പറയുന്ന നോവൽ ഞാൻ കാണുന്നത്. അങ്ങനെ ഈ കുട്ടി വായനയിൽ നിന്ന് ഞാൻ മെച്ചോർഡായിട്ടുള്ള വായനയിലേക്ക് മാറുന്നത് നാലുകെട്ട് എന്ന നോവലിലൂടെയാണ്. MT എന്ന് പറയുന്ന 2 അക്ഷരം ഞാൻ ആദ്യമായി കാണുന്നത് ആ പുസ്തകത്തിൻ്റെ മീതിയാണ്. നാലുകെട്ട് ഞാൻ വായിച്ചു എന്ന് അറിഞ്ഞപ്പോൾ മേമ പറഞ്ഞു, അത് വലിയ ആൾക്കാർക്കുള്ള പുസ്തകമാണ്. ഞാൻ വായിച്ചിട്ട് എനിക്ക് മനസ്സിലായി കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ മേമ MTയുടെ മറ്റ് കഥകൾ, SK പൊറ്റക്കാടിൻ്റെ കഥകൾ, അങ്ങനെ മുതിർന്ന വായനയിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത് MT സാറിൻ്റെ നാലുകെട്ടാണ്. അപ്പോൾ ആ കാലം മുതൽ മനസ്സിൽ ആരാധനയുള്ള ഒരാളാണ് MT സാറ്. പക്ഷെ ഒറ്റപ്പാലത്തുനിന്ന് ഒരു സ്ഥലത്ത് വെച്ചും നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടില്ല ആ കാലത്ത്. പിന്നീട് ഞാൻ സിനിമയിലേക്ക് വന്നു. സിനിമയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് കമൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തു. പിന്നെ മറ്റ് 10ഓളം ഡയറക്ടേഴ്സിൻ്റെ കൂടെ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്തു. ആ കാലഘട്ടത്തിൽ ഹരികുമാർ സാറിൻ്റെ ഉദ്യാനപാലകൻ എന്ന് പറയുന്ന സിനിമ വർക്ക് ചെയ്യുമ്പോഴാണ് ആദ്യമായിട്ട് MT സാറിനെ നേരിട്ട് കാണുന്നത്. അന്ന് അദ്ദേഹം ഈ ഉദ്യാനപാലകൻ എന്ന് പറയുന്ന സിനിമയുടെ തൊട്ട് മുൻപ് ഹരികുമാർ സാറ് ചെയ്ത സിനിമയായിരുന്നു സുഹൃതത്തിൻ്റെ തിരക്കഥ MT സാറായിരുന്നു, മമ്മൂക്ക തന്നെയായിരുന്നു നായകൻ. അപ്പോൾ വാടാനംകുറിശ്ശിയിൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ വഴി ഒറ്റപ്പാലത്തേക്ക് പോകുമ്പോൾ MT സാറ് ഈ സെറ്റ് സന്ദർശിക്കാൻ വേണ്ടി വന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് MT സാറിനെ കാണുന്നത്. ആദ്യമായിട്ടൊരു ഫോട്ടോ അദ്ദേഹത്തോടൊപ്പം എടുക്കുന്നതും ഒക്കെ ആ സിനിമയുടെ സെറ്റിലാണ്. അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്ത് ബിജു വിശ്വനാഥ് എന്ന് പറഞ്ഞ ഡയറക്ടർ, അദ്ദേഹം കുറച്ച് സിനിമകളൊക്കെ മലയാളത്തിലും ഇംഗ്ലീഷിലും തമിഴിലും ഒക്കെ സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ പീറ്റർ സ്കോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളത്തിൽ ജഗതിയ നായകനായിട്ടൊക്കെ സിനിമ ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹം ജോൺ പോൾ അങ്കിളിൻ്റെ തിരക്കഥയിൽ
പള്ളിവാളും കാൽച്ചിലമ്പും എന്ന് പറഞ്ഞിട്ടൊരു ഡോക്യുമെൻ്ററി ഡയറക്റ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ സെറ്റിൽ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ജോൺ പോൾ അങ്കിളിനെ അറിയാം, ബിജു വിശ്വനാഥിനെ അറിയാം. അപ്പോൾ അങ്ങനെ അത് ചെറുതുരുത്തിയിൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഒറ്റപ്പാലത്ത് നിന്ന് ഞാൻ ചെറുതുരുത്തിയിലേക്ക് MT സാറിനെ കാണാൻ വേണ്ടിയിട്ട് ചെന്നു. അപ്പോൾ അത്തവണ വരുമ്പോൾ ആ ഇടയ്ക്ക് ഇറങ്ങിയ ഷെർലക്ക് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നോവലറ്റ്, ചെറിയ പുസ്തകം, അത് ഒരെണ്ണം മേടിച്ച് ഞാൻ കയ്യിൽ വെച്ചു. കാരണം അത് ഞാൻ വായിച്ചിരുന്ന എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ ബുക്ക് കൊണ്ടുവന്നു അദ്ദേഹത്തിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ സെറ്റിൽ ചെന്നു. ജോൺ പോൾ അങ്കിളും ബിജു വിശ്വനാഥും ഒക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ MT സാർ അവിടെ ഇരിക്കേണ്ട. അവരെന്നെ MT സാറിന് പരിചയപ്പെടുത്തി. ലാൽ ജോസ് ഇങ്ങനെ കമലിൻ്റെയൊക്കെ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പരിചയപ്പെടുത്തി. അപ്പോൾ പെട്ടെന്ന് പുള്ളി എൻ്റെ കയ്യിൽ ഈ ഷെർലക്ക് എന്ന് പറഞ്ഞ പുസ്തകം കണ്ടു. എൻ്റെ കയ്യിൽ നിന്ന് അത് പിടിച്ച് വാങ്ങി. അദ്ദേഹം പോക്കറ്റിൽ നിന്ന് പെന്നെടുത്ത് അതിൻ്റെ ഏറ്റവും പുറകിലെ പേജിലേക്ക് പോയി. ആ പുറകിലെ പേജിൽ പോയിട്ട് അവിടെ എന്തോ ഒന്ന് അതിൽ കുത്തി കുറിക്കണുണ്ട്. അതിൻ്റെ സൈഡിൽ സൈൻ ചെയ്യണേം കണ്ടു. അപ്പോൾ ഞാനിത് തിരിച്ചൊരുക്കി വന്നപ്പോൾ ഞാനിത് മേടിച്ച് നോക്കിയപ്പോൾ അതിലുള്ള ഒരു അക്ഷരത്തെറ്റ് തിരുത്തിയതാണ്. ആ പുസ്തകത്തിൽ ഒരു അക്ഷരത്തെറ്റ്. അപ്പോൾ അദ്ദേഹം വിശദീകരിച്ചു, ഈ പുസ്തകത്തിൻ്റെ പ്രിൻറ്റിങ്ങിന് പോയപ്പോൾ ഒരു അക്ഷരത്തെറ്റ് ഇതിൽ പ്രിൻറ്റിങ്ങിൽ വന്നിരുന്നു. അത് കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് ഇറങ്ങിയിട്ടുള്ള എല്ലാ പതിപ്പുകളിലും ആ അക്ഷരത്തെറ്റ് തിരുത്തിയിട്ടാണ് വന്നത്. പക്ഷേ ഈ ആദ്യത്തെ പതിപ്പിൽ ആ തെറ്റ് അങ്ങനെ തന്നെ ഇരുന്നു. അപ്പോൾ പുള്ളിക്കതൊരു ഭയങ്കര അസ്വസ്ഥതയാണ്. അപ്പോൾ എവിടെ ആ ഒന്നാമത്തെ പതിപ്പ് എവിടെ കണ്ടാലും അദ്ദേഹം ആ തെറ്റ് കൈകൊണ്ട് തിരുത്തും. അപ്പോൾ അദ്ദേഹത്തെ പോലെ പ്രസിദ്ധനായിട്ടുള്ള ഒരാളുടെ ഒരു കൃതിയുടെ ആദ്യത്തെ പതിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4000-5000 കോപ്പികളൊക്കെ ചിലപ്പോൾ അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്രയും കോപ്പികളിൽ ഒരു തെറ്റുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് അസ്വസ്ഥനാക്കിയിരുന്നു. അപ്പോൾ കയ്യിൽ കിട്ടിയ ആ കോപ്പി കിട്ടിയ ഉടനെ അത് തിരുത്തുകയാണ് അദ്ദേഹം ചെയ്തത്. അപ്പം അതൊരു വലിയ പാഠമാണ്. ഇത്രയും വലിയൊരു എഴുത്തുകാരൻ ആ ഒരു അക്ഷരത്തെറ്റ് അദ്ദേഹത്തിന് പറ്റിയതല്ല, പ്രിൻറ്റിങ്ങിൽ പറ്റിയതാണെന്നൊക്കെ മനസ്സിലാക്കും വായനക്കാരൻ. പക്ഷെ എന്നാൽ പോലും ഒരു ചെറിയ തെറ്റ് പോലും തൻ്റെ പുസ്തകത്തിൽ ഉണ്ടാവരുതെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ മനസ്സ്. അപ്പോൾ ഒരു കലാകാരൻ, ഒരു സാഹിത്യകാരൻ, ഒരു കലാകാരനൊക്കെ എത്രമാത്രം പെർഫെക്റ്റ് ആയിരിക്കണം, എത്ര പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കണമെന്ന് ഞാൻ ആദ്യമായി പഠിച്ചത് ആ ദിവസമാണ്. അന്ന് കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്ന അദ്ദേഹം എനിക്ക് ആ ബുക്കിൽ സൈൻ ചെയ്ത് തന്ന് ഞാൻ തിരിച്ചുപോയി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ വിവാഹം കഴിഞ്ഞ് എനിക്ക് 2 മക്കളുണ്ടായി. രണ്ടാമത്തെ മകൾ കാതറിൻ എന്നാണ് അവളുടെ പേര്. ഞങ്ങൾ ചക്കര എന്ന് വിളിക്കും. കാതറിന് എഴുത്തിനിരുത്തുന്ന സമയമായപ്പോൾ, അത് പട്ടാളത്തിൻ്റെയൊക്കെ സമയത്താണ് തോന്നുന്നത് എഴുത്തിനിരുത്തുന്ന പ്രായമാവുന്നത്. അപ്പം റജി നായർ എന്ന് പറയുന്ന പട്ടാളത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ തുഞ്ചൻപറമ്പിൽ തുഞ്ചൻ ഉത്സവം തുടങ്ങേണ്ട, കുട്ടികളെയൊക്കെ എഴുത്തിനിരുത്തുന്നുണ്ട്, ചെറിയ മോളെ വേണമെങ്കിൽ നമുക്കവിടെ MT സാറിനെ കൊണ്ട് എഴുത്തിനിരുത്തിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു വലിയ ഓഫറാണ്. ഞാൻ ഭാര്യയും മക്കളെയൊക്കെ കൂട്ടി തുഞ്ചൻപറമ്പിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ മടിയിലിരുന്നിട്ടാണ് അവൾ ആദ്യാക്ഷരം കുറിച്ചത്. അവളിപ്പോൾ ഡോക്ടറാണ്, MBBS ഒക്കെ പാസ്സായി ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. PGക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അതാണ് പിന്നീട് അദ്ദേഹവുമായിട്ട് ഒരു ഫോട്ടോ എടുക്കുന്ന സന്ദർഭം. പിന്നീട് വർഷങ്ങൾ കടന്നുപോയി. സുരേഷ് കുമാർ, രേവതി കലാമന്ദിറിൻ്റെ സുരേഷ് കുമാർ സാറിന് ഒരു സിനിമ ചെയ്യാൻ ഞാൻ വാക്കാൽ ധാരണയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കഥ പറയാൻ അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ കഥ കൊള്ളാം, ഇത് വേണമെങ്കിൽ നമുക്കിത് ചെയ്യാം, അതല്ലെങ്കിൽ MT സാറിന് പഴയ നീലത്താമര വീണ്ടും സിനിമ ആക്കണമെന്നൊരാഗ്രഹമുണ്ട്, നിൻ്റെ പേര് ഞങ്ങൾ സജസ്റ്റ് ചെയ്ത്. അപ്പോൾ അദ്ദേഹത്തിന് ഓക്കെയാണ്. അദ്ദേഹം ലാൽ ജോസ് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ അഭിപ്രായം എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞ കഥയൊക്കെ പറഞ്ഞേക്ക്, നമുക്ക് അദ്ദേഹത്തെ പോയി കാണാം. അങ്ങനെ കോഴിക്കോട്ടേക്ക് അതിനിടയിൽ മീഡിയേറ്ററായിട്ട് ഈ MTയുടെ ഈ ഒരു ആഗ്രഹം സുരേഷ് കുമാർ സാറിനോട് പറയുന്നത് സൂര്യ കൃഷ്ണമൂർത്തി സാറാണ്. അങ്ങനെയാണ് അദ്ദേഹം വഴി തന്നെയാണ് എൻ്റെ പേര് അവിടെ അവതരിപ്പിച്ചതും MT സാർ അത് ഓക്കെ ചെയ്യുന്നത്.
അങ്ങനെ എം ടി സാറിനെ കാണാൻ വേണ്ടിയിട്ട് കോഴിക്കോട് പോയി. മാനുവൽ സൺസിൽ, ഹോട്ടൽ മാനുവൽ സൺസിൽ വെച്ചിട്ട് ആണ് അദ്ദേഹത്തിനെ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ശങ്കിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഈ പഴയ നീലത്താമര കണ്ടിട്ടില്ല. അപ്പോൾ സാറ് പറഞ്ഞു, അത് നന്നായി, അതുകൊണ്ട് നിനക്കിത് നിൻ്റെ സ്വതന്ത്ര സിനിമയായിട്ട് ചെയ്യാൻ കഴിയും, അതിനി കാണണ്ട എന്ന് പറഞ്ഞിട്ട് ആ സിനിമയുടെ പ്രസിദ്ധീകൃതമായ പുസ്തകം, തിരക്കഥാ പുസ്തകം എനിക്ക് തന്നിട്ടുണ്ട്. വായിച്ചു നോക്കിയിട്ട് നമുക്ക് ഒന്നിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് പുതിയതിൽ എന്തെങ്കിലും വരുത്തണം എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായമൊക്കെ അപ്പോൾ പറയാം. അപ്പോൾ എനിക്കാണെങ്കിൽ അത് ചെറിയൊരു പുസ്തകമാണ്, ഒരു മണിക്കൂറുണ്ടെങ്കിൽ എനിക്ക് വായിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വന്ന് ഞാനിപ്പോൾ തന്നെ വായിക്കാം എന്ന് പറഞ്ഞു. അത് വേണ്ട, നിങ്ങളത് കൊണ്ടുപോയിട്ട് വീട്ടിൽ പോയിരുന്നിട്ട് വായിച്ചിട്ട് മാറ്റി വയ്ക്കുക, എന്നിട്ട് വീണ്ടും ഒന്നും കൂടി വായിക്കൂ, അത് കഴിഞ്ഞിട്ട് എന്നെ അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് ഒരു ബന്ധത്തിൻ്റെ തുടക്കമായിരുന്നു. ഞാൻ അന്ന് കോഴിക്കോട് നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോരുന്നത്, അന്ന് ഞാൻ എറണാകുളത്താണ് ഫാമിലിയായിട്ട് താമസിക്കുന്നത്. നാട്ടിലേക്ക് വരുമ്പോൾ ഒരു ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് ആ യാത്രയിൽ ട്രെയിനിലിരുന്ന് തന്നെ ഞാൻ ആ പുസ്തകം വായിച്ചു. പിന്നീട് 2-3 തവണ അത് വീണ്ടും വായിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തു, കാരണം പെട്ടെന്ന് തന്നെ തിരിച്ച് വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്താ തോന്നുന്നതെന്ന് കരുതിയിട്ട്. അത് കഴിഞ്ഞ് വീണ്ടും കോഴിക്കോട് അദ്ദേഹത്തെ കാണാൻ പോയി. എനിക്ക് തോന്നിയ അഭിപ്രായങ്ങൾ പുതിയ കാലത്ത് ചെയ്യുമ്പോൾ ഒരു 29 വർഷത്തിന് ശേഷമാണ് അത് വീണ്ടും റീമേക്ക് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ അദ്ദേഹമായിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ എടുത്തു. അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് ഈസ്റ്റ് അവന്യൂ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പുറകിലാണ് കോഴിക്കോട്. അവിടെ ഇരുന്നിട്ടാണ് അത്തരം മീറ്റിങ്ങുകളൊക്കെ നമ്മൾ ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനപ്പോൾ ചോദിച്ചു, ഇനി എഴുത്തിലേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ എവിടെയാണ് ഇരിക്കേണ്ടത്, വീട്ടിൽ തന്നെ ഇരുന്നാണോ എഴുതുക അതോ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറണം, ഞാൻ കോഴിക്കോട്ടേക്ക് വന്ന് നിൽക്കാം, എത്ര ദിവസം വന്ന് നിൽക്കണം എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, കോഴിക്കോട് വേണ്ട, ലാൽ എവിടെയാണ് താമസിക്കണമെന്ന് ചോദിച്ചിട്ട് ഞാൻ എറണാകുളത്താണ്, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ എറണാകുളത്തേക്ക് അദ്ദേഹം ട്രെയിനിൽ വന്നു. ഞാൻ പോയി അദ്ദേഹത്തെ പിക്ക് ചെയ്തു. ഉച്ചയ്ക്ക് ഭക്ഷണത്തിൽ മീൻ കറി നിർബന്ധമാണ്, ഊണിന് മീൻ കറി നിർബന്ധമാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചാൽ മതിയോ അതോ ഹോട്ടലിൽ പോകണമെന്ന് വെച്ചാൽ പറഞ്ഞു, വീട്ടിൽ നിന്ന് മതി, മീൻ കറി ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ അദ്ദേഹം വന്നു, എറണാകുളത്ത് താമസിക്കുന്ന വാടക വീട്ടിൽ അദ്ദേഹം വന്നു. ഊണൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഈ എഴുത്തിന് ഇരിക്കുന്ന സ്ഥലം മരടിലായിരുന്നു. അവിടെ ഒരു പുതുതായിട്ട് സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റിസോർട്ടിൽ, കംപ്ലീറ്റായ ഒരു കോട്ടേജിൽ അദ്ദേഹത്തിനെ കൊണ്ടുപോയിരുത്തി. അപ്പം ഞാൻ വൈകുന്നേരം വരെ അദ്ദേഹത്തോടൊപ്പം ഇരിക്കും, രാത്രി ഞാൻ വീട്ടിലേക്ക് പോരും, രാവിലെ വീണ്ടും ചെല്ലും. അങ്ങനെ 10 ദിവസങ്ങൾ അദ്ദേഹത്തോടൊപ്പം കഴിയാൻ എനിക്ക് സാധിച്ചു. അതൊരു ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. കാരണം ഈ 10 ദിവസം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള MT, ചിരിക്കാത്ത MT, ഗൗരവക്കാരനായ MT, അധികം സംസാരിക്കാത്ത MT എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ആ 10 ദിവസങ്ങളിൽ പൊട്ടിച്ചിരിക്കുന്ന MT, കുട്ടികളെ പോലെ ചിരിക്കുന്ന MT, പഴയ കഥകൾ വാതോരാതെ പറയുന്ന MT, അങ്ങനെ ഒരാളെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അദ്ദേഹം മുൻപ് വർക്ക് ചെയ്ത പഴയ സിനിമകളുടെ സെറ്റിലെ കഥകൾ, അന്നത്തെ തമാശകൾ, അന്നത്തെ മറക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, ചില ആളുകൾ അദ്ദേഹത്തോട് കുറച്ച് ശരിയല്ലാത്ത രീതിയിൽ പെരുമാറിയ കഥകൾ. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇദ്ദേഹം ഒരു മീഡിയയുടെ മുമ്പിലിരുന്ന് പറഞ്ഞാൽ ആ ആളുകളൊക്കെ തകർന്നു പോകും. കാരണം അവരതൊക്കെ ചെയ്തത് MTയെ പോലെ ഒരു വ്യക്തിയോടാണ്. ആളുകൾ ക്ഷമിക്കില്ല. പക്ഷെ അദ്ദേഹം മരിക്കുന്നത് വരെ ഒരാളെക്കുറിച്ചും മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് പറയാനുള്ള നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു, മോശമായതെല്ലാം അദ്ദേഹത്തോടൊപ്പം ഇല്ലാതായി. MT സാറിന് പിന്നീട് ഞങ്ങൾ അതിൻ്റെ എഴുത്തിനിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് എനിക്കിത് എഴുതാൻ പറ്റും തോന്നണില്ല,
ഞാൻ നെഞ്ഞത്ത് കൈ വെച്ചു. കാരണം എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആ സിനിമയുടെ മീതിയാണ്. അപ്പോൾ പുള്ളിയുടെ പ്രശ്നം സ്പോണ്ടിലൈറ്റീസാണ്. 10-30 വർഷമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടത്. ഇപ്പം അത് പെട്ടെന്ന് അതിൻ്റെ ഒരു സ്ട്രോക്ക് വന്നു. അപ്പോൾ എഴുതാൻ വേണ്ടിയിട്ട് കുനിയുമ്പോൾ വൊമിറ്റ് ചെയ്യാൻ വരിക, വൊമിറ്റ് ചെയ്യുക. അങ്ങനെ ആകെ അദ്ദേഹം തളർന്ന് അദ്ദേഹം ഒന്ന് പേടിച്ചു പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറില്ലേ സാറ് തിരിച്ച് വീട്ടിൽ പോകും, നമുക്ക് അതിന് എന്തെങ്കിലും മാർഗം ഉണ്ടാക്കാം. എന്നാലും എനിക്കിതിങ്ങനെ എഴുതാൻ പറ്റുന്നില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ ദിവസം, കുറേ മാസങ്ങൾ ഇത് നീണ്ടു നിൽക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കൊരു സുഹൃത്തുണ്ട്, അദ്ദേഹം ഒരു ഡോക്ടറാണ്, ഹോമിയോ ഡോക്ടറാണ്. ഞാൻ അദ്ദേഹത്തിനെ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് നോക്കാം. അത് വർക്കൗട്ട് ആവുകയാണെങ്കിൽ നമുക്ക്, ശരിയാവുകയാണെങ്കിൽ നമുക്ക് എഴുതാമല്ലോ എന്ന് പറഞ്ഞാൽ എന്തായാലും അദ്ദേഹത്തിനെ കോഴിക്കോട്ടേക്ക് തിരിച്ചു വിട്ടു. ഞാൻ ഡോക്ടർ ഇക്ബാലിനെ വിളിച്ചു. ഇക്ബാൽ എൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇക്ബാലിന് MT സാറിനെ നന്നായിട്ട് അറിയാം, പേഴ്സണലി അറിയാം. അദ്ദേഹത്തിൻ്റെ മാനറിസംസ് അറിയാം, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അറിയാം, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം രീതികൾ അറിയാം. ഈ ഹോമിയോ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യണമെന്ന് അതൊക്കെ ഒരു പ്രധാന ഘടകങ്ങളാണ്. അപ്പോൾ നന്നായി അറിയുന്ന ആളായതുകൊണ്ട് പിന്നെ അദ്ദേഹത്തിന് വിളിച്ച് ചോദിക്കുക എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടും ഇക്ബാൽ ഒരു മരുന്ന് എനിക്ക് മെസ്സേജ് ചെയ്ത് തന്നു. ആ മരുന്ന് കഴിക്കാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ അതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്നൊക്കെയുള്ള കുറിപ്പടിയൊക്കെ അയച്ചു തന്നു. അങ്ങനെ ഞാൻ ആ മരുന്ന് മേടിച്ചിട്ട് കോഴിക്കോട് പോയി. എന്നിട്ട് അദ്ദേഹത്തിനോട് കൊടുത്തിട്ട് പറഞ്ഞു, ദയവ് ചെയ്ത് ഇത് കഴിക്കണം. നിങ്ങൾക്ക് സാറിന് ഹോമിയോയിൽ വിശ്വാസം ഉണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇതൊന്ന് കഴിച്ചു നോക്കണം. കാരണം ഈ സ്പോണ്ടിലൈറ്റീസിന് ഈ 30 വർഷം അലോപ്പതിയും ആയുർവേദവും ഒക്കെ ചെയ്തിട്ടും ഇപ്പോഴും അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് താൽക്കാലികമായിട്ടൊരു ആശ്വാസം കിട്ടുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒന്നുമല്ല, ഹോമിയോ എനിക്ക് വിശ്വാസമൊക്കെ തന്നെയാണ്. ഹോമിയോയ്ക്ക് പല മാജിക്കൽ റെമഡീസൊക്കെ ഉണ്ട്. പല അസുഖങ്ങൾക്കും ഹോമിയോയിൽ സ്പെഷ്യൽ മരുന്നുകളുണ്ട് എന്നൊക്കെ എനിക്കറിയാം. അങ്ങനെ അദ്ദേഹം മരുന്ന് കഴിക്കാൻ സമ്മതിച്ചു. ആ മരുന്ന് കഴിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ കോഴിക്കോട് ചെന്നു. ഇപ്പം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അപ്പോൾ പുള്ളി പറഞ്ഞു, ഇപ്പോൾ കുറവുണ്ടെന്നല്ല, ശരിക്കും പൂർണ്ണമായിട്ടും മാറി, ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. അദ്ദേഹം എഴുതാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. അങ്ങനെ നീലത്താമരയുടെ എഴുത്ത് കംപ്ലീറ്റായി. അതിലേക്ക് പുതിയ ആളുകളെ, എല്ലാ കഥാപാത്രങ്ങൾക്കും പുതിയ ആളുകളായിരുന്നു സെലക്ട് ചെയ്തത്. കൈലാഷും അർച്ചന കവിയും പിന്നെ റിമ കല്ലിങ്കൽ, അങ്ങനെ അവരൊക്കെ പുതിയ ആൾക്കാരായിരുന്നു. റിമ അതിനു മുമ്പ് ഞാൻ തമിഴിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു സിനിമയിലേക്ക് വേണ്ടിയിട്ടായിരുന്നു റിമയെ ആദ്യം ബുക്ക് ചെയ്തിരുന്നത്. ആ സിനിമ അവിചാരിതമായ കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. പിന്നീട് റിമ ഋതു എന്ന് പറയുന്ന ശ്യാംപ്രസാദിൻ്റെ സിനിമയിൽ അഭിനയിച്ചു. അത് കഴിഞ്ഞ് ഇത് 2ാമത്തെ സിനിമയായിരുന്നു നീലത്താമര. പിന്നെ സമൃദ്ധ സുനിലുണ്ടായിരുന്നു. അങ്ങനെ പുതിയ ഒരു സംഘം ആളുകളുമായിട്ട് ആ സിനിമയുടെ ഷൂട്ടിംഗ് കുറ്റിപ്പുറം അടുത്ത് ആനക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങി. കഥ നടക്കുന്ന പശ്ചാത്തലം വള്ളവനാടാണ്. വള്ളനാട്ടിലെ ഒരു ഗ്രാമമാണ്. MT സാറിൻ്റെ ജന്മദേശമായ കൂടല്ലൂരിൻ്റെ ഇപ്പുറത്ത് ഒരു കുന്നിറങ്ങിയാൽ എത്തുന്ന സ്ഥലമാണ് മലമക്കാവ്. ഞങ്ങൾ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത് നീലത്താമരയുടെ ഈ യഥാർത്ഥ, അദ്ദേഹം കഥയിൽ പരാമർശിക്കുന്ന യഥാർത്ഥ ലൊക്കേഷനുകളിലാണ്. അതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ആദ്യത്തെ ഒരു 10-15 ദിവസങ്ങളിൽ അദ്ദേഹം സെറ്റിലുണ്ടായിരുന്നു. ഒരു പൂവിൻ്റെ മാത്രം കഥയല്ല, ഈ ഗ്രാമത്തിൻ്റെ മുഴുവൻ പല പരിച്ഛേദങ്ങൾ നമുക്കതിൽ കാണാം. ഇപ്പോഴും മനമക്കാവ് എന്ന് പറയുന്ന ഗ്രാമത്തിലെ കുളത്തിൽ ഈ പൂവ് വിരിയുന്നുണ്ട്. ആ പൂവിന് വേണ്ടിയിട്ട് പണം വയ്ക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ഇതൊക്കെ ഇപ്പോഴും ഗ്രാമജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു. ചില കഥാപാത്രങ്ങൾ ഒരു 30 കൊല്ലത്തിന് ശേഷം കണ്ടുമുട്ടുക, അവരുടെ എല്ലാ മനസ്സിലൂടെ ഈ പഴയ കഥയുണ്ട്. ആ കഥ അവർ ഒന്ന് വീണ്ടും അനുസ്മരിക്കുകയാണ്. ഇത്രയും വലിയൊരു എഴുത്തുകാരനാണ്, ഒരിക്കലും നമ്മളുടെ ജോലിയിൽ ഇടപെടുകയൊന്നുമില്ല അദ്ദേഹം. പക്ഷേ ഇതെല്ലാം ഒബ്സർവ് ചെയ്തുകൊണ്ട്
ഇരിക്കും കുട്ടികൾ അഭിനയിക്കുന്നത്. ഞാനത് ചെയ്ത് കഴിഞ്ഞ സീനുകളെല്ലാം റഫ് എഡിറ്റ് ചെയ്ത് കിട്ടുമ്പോൾ അത് അദ്ദേഹത്തിനെ കാണിക്കും. അങ്ങനെ ആ സിനിമ 15 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബർത്ത്ഡേയും ഒക്കെ വന്നു. ആ സമയത്ത് അങ്ങനെ പുള്ളിക്ക് തിരിച്ച് പോകേണ്ടി വന്നു. അപ്പോൾ തിരിച്ച് പോണ സമയത്ത് എന്നോട് പറഞ്ഞു, നമുക്ക് ഇതിലൊരു സ്ഥലത്തൊരു ചെറിയ വാക്വം ഉണ്ട്, അത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ട് എഴുതാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് എഴുതിയിട്ടില്ല, ഞാൻ പോയിട്ട് വരാം എന്നിട്ട് ഞാനത് എഴുതാം. അപ്പോൾ ആ സ്ഥലം ഷൂട്ട് ചെയ്യുമ്പോൾ ഒന്ന് മാറ്റി വെച്ചേക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന് മറ്റെന്തോ കാരണങ്ങൾ കൊണ്ട് ചെന്നൈയിൽ പോകേണ്ടി വന്നു. അദ്ദേഹത്തിന് പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഇത്രയും ദിവസം അദ്ദേഹം ഇവിടെ ഉണ്ടായിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് അത് എഴുതിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സൊക്കെ പ്രശ്നമാക്കും. അങ്ങനെ അന്ന് അത് ഷൂട്ട് ചെയ്യുന്ന ദിവസം ഞാനൊരു ഡയലോഗ് എഴുതിയാൽ ആൾക്കാർക്ക് മനസ്സിലാവും അത് MTയുടെ ഡയലോഗല്ല. അത് അദ്ദേഹം ഡയലോഗ് എഴുതുന്ന പോലെ നമുക്ക് ഒരിക്കലും എഴുതാൻ പറ്റില്ല. അപ്പോൾ ഡയലോഗില്ലാതെ ആ 2 സീക്വൻസുകളെ കണക്ട് ചെയ്യുന്ന 2 സീനുകൾ ഞാൻ ഷൂട്ട് ചെയ്തു. അപ്പം അത് ഭയങ്കര ടെൻഷനുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിൽ അദ്ദേഹം എഴുതാത്ത ഒരു സീക്വൻസാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് പടം കംപ്ലീറ്റായി ഫൈനൽ എഡിറ്റിങ് കഴിഞ്ഞു. ഡബിൾ പോസിറ്റീവ് എന്ന് പറയും. അതായത് ഡയലോഗും വിഷ്വലും ഡയലോഗും മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ പാട്ടുകളും ഉണ്ടാവും. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാവില്ല, എഫക്ട്സ് ഉണ്ടാവില്ല. അങ്ങനെ അതിന് ഡബിൾ പോസിറ്റീവ് എന്നാണ് പറയുക. ആ ഡബിൾ പോസിറ്റീവാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാനും എഫക്ട്സ് എടുക്കാനും മിക്സിങ്ങിനും ഒക്കെ കൊടുക്കുക. അപ്പോൾ അതായിക്കഴിഞ്ഞാൽ ഇനി അതിലെന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അതിപ്പോൾ ചെയ്യണം, അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ ഡബിൾ പോസിറ്റീവ് കാണിക്കാൻ ഞാൻ അങ്ങോട്ട് കോഴിക്കോട്ടേക്ക് വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എങ്ങനെയാണ് കൊണ്ടുവരണമെന്ന് ചോദിച്ചു. CD-യിലാണ്. അപ്പോൾ CD പ്ലെയർ ഇല്ല വീട്ടിലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു CD പ്ലെയറും മേടിച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നത്. അങ്ങനെ കോഴിക്കോട്ടത്തെ വീട്ടിൽ അദ്ദേഹം ഇത് സിനിമയുടെ ആദ്യത്തെ 2 CD-യിലായിട്ടാണ്. അപ്പോൾ ആദ്യത്തെ CD പ്ലേ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പ്ലേ ചെയ്യാൻ അത് ഞാൻ ഇതിൽ ഇടുന്ന സമയത്ത് അദ്ദേഹം ഒരു വീഡിയോ എടുത്ത് കത്തിക്കാൻ ലൈറ്ററൊക്കെ എടുത്തു. പക്ഷെ അപ്പോഴേക്കും സിനിമ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ച് സിനിമയുടെ ഇടയിൽ അദ്ദേഹം അത് കത്തിക്കുമായിരിക്കുന്നു. പക്ഷെ കാണാൻ തുടങ്ങിയപ്പോൾ പുള്ളി അതിൽ തന്നെ ശ്രദ്ധയോടുകൂടി കണ്ടിരുന്നിട്ട് അദ്ദേഹം ആ ബീഡി കത്തിച്ചില്ല. അങ്ങനെ ഇൻ്റർവെല്ലായി അടുത്ത ഡിസ്ക് ഇടുന്ന സമയത്താണ് അദ്ദേഹം ആ ബീഡി കത്തിച്ച് വലിക്കുന്നത്. അപ്പോഴേക്കും അടുത്ത ഡിസ്ക് ഇട്ടു പ്ലേ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അതും പ്ലേ ചെയ്തു. അപ്പോൾ SLC പരീക്ഷ എഴുതിയിട്ട് റിസൾട്ടിന് വെയിറ്റ് ചെയ്യണ പോലെ ഞാനിങ്ങനെ ഇരിക്കുകയാണ്, എന്താണ് അദ്ദേഹം പറയുക എന്നുള്ളത് അറിയില്ല. അങ്ങനെ സെക്കൻഡ് ഹാഫും കണ്ടു. അദ്ദേഹം അടുത്തൊരു വീഡിയോ എത്തിച്ച് കുറച്ചു നേരം നിശബ്ദനായിരുന്നിട്ട് എന്നോട് പറഞ്ഞു, കുഞ്ഞിമാളുവിൻ്റെ ദുഃഖം മാത്രമേ ഞാൻ അഡ്രസ്സ് ചെയ്തിരുന്നുള്ളൂ, നീ അവളുടെ രോഷം കൂടി ആ സിനിമയിൽ അഡ്രസ്സ് ചെയ്തു. തിരക്കഥയിൽ നിന്ന് എലിവേറ്റഡ് ആവുമ്പോഴാണ് സിനിമ സംവിധായകൻ്റേതാവുന്നത്. തിരക്കഥ ഒരു ബേസാണ്, അതിൽ നിന്ന് സിനിമ എലിവേറ്റഡ് ആവണം. അത് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അന്ന് കാണണം, നമ്മൾ ഒന്ന് ഇരിക്കണം എന്ന് പറഞ്ഞ ആ സ്ഥലം നീ വളരെ മനോഹരമായിട്ട് പാച്ച് ചെയ്തു. എൻ്റെ സഹായമില്ലാതെ തന്നെ നീ അത് പാച്ച് ചെയ്തു. അതും നന്നായിട്ടുണ്ടെന്ന്. എനിക്കിനി ഓസ്കാർ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഇത് പറയുന്നത് ആരാണ്? MT സാറ് ഒരു കഥാകൃത്ത് മാത്രമല്ല, നോവലിസ്റ്റ് മാത്രമല്ല, തിരക്കഥാകൃത്താണ്. 60ഓളം സിനിമകൾക്ക് തിരക്കഥ എഴുതിയിട്ടുള്ള ആളാണ്. 5-6 സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ആളാണ്. സിനിമയുടെയും മലയാള സാഹിത്യത്തിൻ്റെയും ഒരു കുലപതിയാണ്. അദ്ദേഹത്തിൽ നിന്നാണ് അങ്ങനെ ഒരു ഇത് കേൾക്കുന്നത്. അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്താണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ചോദിച്ചാൽ അത് MT സാറിനോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയതും നീലത്താമര എന്ന് പറഞ്ഞ സിനിമ അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ ചെയ്യാൻ പറ്റിയതാണ് എന്ന് ഞാൻ പറയും. നീലത്താമരയ്ക്ക് ശേഷം ഞാൻ എപ്പോൾ കോഴിക്കോട് പോകുമ്പോഴും അദ്ദേഹത്തെ പോയി കാണുമായിരുന്നു. എറണാകുളത്ത് അദ്ദേഹം വരുമ്പോൾ എനിക്ക് പുള്ളിയുടെ ഡ്രൈവർ എന്നെ വിളിക്കും, ഇങ്ങനെ സാറ് വരുന്നുണ്ട്, എറണാകുളത്ത് ഉണ്ടെങ്കിൽ കാണാം എന്ന് പറഞ്ഞു എന്ന് പറയും. അപ്പോൾ ഞാൻ കാണാൻ പോകും. അങ്ങനെ ഒരു തവണ എറണാകുളത്ത് വന്നപ്പോൾ
ഞാൻ കാണാൻ പോയപ്പോൾ അവിടെ മറ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ഫോർമലായിട്ട് സംസാരിച്ച് ഞാൻ അവരുടെ സംസാരത്തിന് തടസ്സമാവണ്ടെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് ഇറങ്ങി. ഞാൻ ഇറങ്ങി ഹോട്ടലിൻ്റെ കോറിഡോറിലൂടെ നടക്കുമ്പോൾ പുറകിൽ നിന്ന് ഇങ്ങനെ ക്ലാപ്പ് ചെയ്യണ സൗണ്ട്. തിരിഞ്ഞ് നോക്കുമ്പോൾ സാറാണ്. സാർ എന്നെ തിരിച്ച് വിളിച്ചു. അദ്ദേഹം വരാന്തയിൽ ഇറങ്ങി നിൽക്കുക. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഇതിൻ്റെ ഡിസ്കഷൻ സമയത്ത് അദ്ദേഹം ഒന്ന് രണ്ട് കഥയുടെ ആശയങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു. പുള്ളിയുടെ മനസ്സിലുള്ള എപ്പോഴെങ്കിലും വേണമെങ്കിൽ സിനിമ തിരക്കഥയാക്കാവുന്ന ഒന്ന് രണ്ട് ആശയങ്ങൾ എന്നോട് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു, നിനക്ക് അതിലേതാണ് കംഫർട്ടബിൾ എന്ന് തോന്നുന്നതെങ്കിൽ ലാലു സ്ക്രിപ്റ്റ് എഴുതും. ഞാൻ പറഞ്ഞ ആ ആശയങ്ങൾ വെച്ചിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ എന്തെങ്കിലും കറക്ഷൻസ് വേണമെങ്കിലൊക്കെ ഞാൻ വായിച്ച് നോക്കിയിട്ട് കറക്റ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റ് ചെയ്യാം. ഡയലോഗ് എന്തെങ്കിലും എഴുതണമെങ്കിൽ എഴുതാം. നിനക്ക് എഴുതാൻ പറ്റും. മടി കൊണ്ടാണ്, പാൻ എടുക്കാനുള്ള മടി കൊണ്ടാണ്. ഒന്ന് എഴുതാൻ ശ്രമിക്കൂ എന്നോട് പറഞ്ഞു. അത് മറ്റൊരു വലിയ അംഗീകാരമായിരുന്നു. പക്ഷേ എനിക്ക് എന്തോ അദ്ദേഹത്തിൻ്റെ ഒരു കഥയോട് നീതി പുലർത്താൻ കഴിയുമോ എന്നുള്ള സംശയം കൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് തന്നെ എഴുതിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നീടും ശ്രമിച്ചത്. പക്ഷെ അത് നിർഭാഗ്യവശാൽ നടന്നില്ല. പക്ഷെ മരിക്കുന്നതിന് ഒരു 2 മാസം മുമ്പ് വരെ കോഴിക്കോട് പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണും. അദ്ദേഹത്തോടൊപ്പം ഉള്ള എല്ലാ തവണ മീറ്റ് ചെയ്യുമ്പോഴും ഫോട്ടോ എടുക്കും. എന്നോട് ഒരു പിതൃസഹജമായ വാത്സല്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നവതി ആഘോഷങ്ങൾക്ക് കോഴിക്കോട് പോയപ്പോഴും അദ്ദേഹത്തെ കണ്ടിരുന്നു. ഇപ്പോൾ അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല. ഇത്തവണത്തെ തുഞ്ചൻ ഉത്സവം കഴിഞ്ഞു. ഈ അടുത്തായിരുന്നു തുഞ്ചൻ ഉത്സവം നടന്നത്. MT സാറില്ലാത്ത തുഞ്ചൻ പറമ്പ് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതിനു മുമ്പ് അവിടെ നടന്നിട്ടുള്ള പല പരിപാടികൾക്ക് അദ്ദേഹം ക്ഷണിച്ചിട്ട് ഞാൻ പോയിട്ടുണ്ട്. ഇത്തവണ എനിക്ക് ക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കവിടെ പോകണമായിരുന്നു. ഞാൻ ഒരു ദിവസം 5 ദിവസത്തെ തുഞ്ചൻ പറമ്പിലെ പരിപാടികളിൽ ഒരു ദിവസം ഞാൻ പോയി. അദ്ദേഹത്തിൻ്റെ അദൃശ്യ സാന്നിധ്യമുള്ള തുഞ്ചൻ പറമ്പിലൂടെ നടന്നു. അദ്ദേഹത്തിൻ്റെ മനോഹരമായ കട്ടൗട്ടുകൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കട്ടൗട്ടുകളുടെ ഒപ്പമൊക്കെ നിന്ന് ഫോട്ടോ എടുത്തു. പുതിയ ചെയർമാൻ വൈശാഖൻ മാഷുമായിട്ട് സംസാരിച്ചു. ഒരു വൈകുന്നേരം MTയുടെ സാന്നിധ്യമുള്ള ആ തുഞ്ചൻ പറമ്പിലൂടെ നടന്ന് ഞാൻ തിരിച്ചു വന്നു. എൻ്റെ മരണം വരെ എൻ്റെ മനസ്സിൽ MT സാറുണ്ടാവും. എനിക്ക് ഇത്രയും ആരാധന തോന്നിയിട്ടുള്ള, ഇത്രയും ബഹുമാനം തോന്നിയിട്ടുള്ള മറ്റൊരാളില്ല.